ഇത് നമ്മൾ പഠിക്കാൻ പോണത് ദകാരാന്തഃ ത്രിലിംഗഃ അസ്മദ് ശബ്ദമാണ്. എന്തുകൊണ്ട് ഇത് ഞാൻ പ്രത്യേകമായിട്ട് പഠിപ്പിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ ആവശ്യമുള്ളതാണ് ജീവിതത്തിൽ. ഞാൻ, എന്നെ, എന്നോട്, എന്നിലേക്ക്, എന്റെ, എന്നിൽ എന്നുള്ളതൊക്കെ നമ്മൾ അറിയണം. അതുപോലെ ഞങ്ങൾ, നമ്മൾ, നമ്മളോട്, നമ്മളിലേക്ക്, നമ്മളാൽ, നമ്മളുടെ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. അപ്പൊ അതിന്റെ ഈ 7 വിഭക്തി രൂപങ്ങൾ ഒന്ന് പ്രത്യേകമായിട്ട് ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത്, ഈ ഒരു സെഷൻ എടുക്കുന്നത്. ദകാരാന്തഃ ത്രിലിംഗകഃ അസ്മദ് ശബ്ദ. എന്തുകൊണ്ടാണ് ത്രിലിംഗകഃ എന്ന് പറയുന്നത്? നപുംസകാണെങ്കിലും പുല്ലിംഗാണെങ്കിലും സ്ത്രീലിംഗാണെങ്കിലും ഇതിൽ യാതൊരുവിധ വ്യത്യാസം ഉണ്ടാവില്ല. അസ്മദ് ശബ്ദം അഹം എന്നുള്ളത് സ്ത്രീയും പറയും, പുരുഷനും പറയും, നപുംസകവും പറയും. അറിയാലോ നമുക്ക്, നപുംസകം ജീവനില്ലാത്ത സ്ഥാനങ്ങൾ മാത്രമല്ല, മിത്രം നപുംസകമാണ്. അപ്പൊ മിത്രം പറയുകയാണെങ്കിലും അസ്മദ് ശബ്ദം തന്നെയാ വരിക, അഹം തന്നെ വരിക. അപ്പൊ ആർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ശബ്ദമാണ് അഹം, ആവാം, വയം. ഞാൻ, നമ്മൾ, ഞങ്ങൾ, നമ്മളെല്ലാവരും എന്നുള്ളത് പറയുമ്പോൾ ഇത് പുരുഷനും പറയാം, സ്ത്രീക്കും പറയാം, നപുംസകത്തിനും പറയാം. അതുകൊണ്ടാണ് ഇതിനെ ത്രിലിംഗകഃ എന്ന് പറയുന്നത്. ഈ ത്രിലിംഗകഃ അസ്മദ് ശബ്ദത്തിന്റെ 7 വിഭക്തി രൂപങ്ങളാണ് നമ്മളിത് പഠിക്കാൻ പോകുന്നത്. ദകാരാന്തഃ ത്രിലിംഗകഃ അസ്മദ് ശബ്ദഃ. പ്രഥമ പുരുഷനല്ല, പ്രഥമാവിഭക്തി. അഹം, ആവാ, വയം. നമുക്കറിയാം, അഹം, ആവാ, വയം. ഞാൻ, ഞങ്ങൾ രണ്ടുപേർ, നമ്മൾ രണ്ടുപേർ, നമ്മളെല്ലാവരും. അഹം, ആവാം, വയം. ദ്വിതീയ വിഭക്തി മാം, ആവാം, അസ്മാൻ. പഠിച്ചതാണ് മാം, ആവാം, അസ്മാൻ. ഞാൻ ദ്വിതീയ വിഭക്തിയുടെ പാഠത്തിൽ പഠിച്ചതാണ്. ഞാൻ ചെറുതായിട്ട് കുറച്ചും കൂടി കാര്യം ഇവിടെ എഴുതിയിട്ടുണ്ട്. മാ, നൗ, നഹ എന്ന് ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട്. എന്താണ് ഇതിന്റെ അർത്ഥം? ഈ മാ, നൗ, നഹയുടെ അർത്ഥം എന്താണ്? മാം തന്നെയാണ് മായുടെ അർത്ഥവും, ആവാം തന്നെയാണ് നൗയുടെ അർത്ഥവും, അസ്മാൻ തന്നെയാണ് നഹയുടെ അർത്ഥം. അതെന്തുകൊണ്ടാണ് വേറെ രൂപങ്ങൾ വന്നത്? വേറെ രൂപങ്ങളും വരും. അതായത് കാവ്യഭാഷയിലൊക്കെ, പ്രൗഢ സംസ്കൃതത്തിലൊക്കെ മാമിന് പകരം മാ എന്ന് പറയും, ആവാം എന്ന് പകരം നൗ എന്ന് പറയും, അസ്മാൻ നഹ എന്ന് പറയും. മാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? അതിനെ, അതിനോട്, അതിലേക്ക്. അതല്ലേ ദ്വിതീയ വിഭക്തിയുടെ അർത്ഥം. അപ്പൊ എന്നോട് മാം പൃച്ഛതി, അതിന് പകരം മാ പൃച്ഛതി എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥമാണ് വരിക. മാ പൃച്ഛതി എന്ന് പറഞ്ഞാൽ എന്നോട് ചോദിച്ചു എന്നാണ്. എന്നോട് പറയൂ, മാം വദതു എന്ന് പറഞ്ഞതിന് പകരം മാ വദതു എന്ന് പറഞ്ഞ ഒരേ അർത്ഥം. ആവാം വദതു, ഞങ്ങളോട് രണ്ടുപേരോട് പറയൂ, നൗ വദതു ഒരേ അർത്ഥമാണ്, ഞങ്ങളോട് രണ്ടുപേരോട് പറയൂ. അപ്പൊ ഈ സപ്തവിഭക്തികൾ നമുക്ക് ആദ്യം ഒന്ന് ഓടിച്ചു വായിക്കാം. അത് കഴിഞ്ഞ അർത്ഥങ്ങൾ നിങ്ങൾക്ക് അറിയാം, അർത്ഥം നിങ്ങൾക്ക് അറിയാം, എന്നാലും ഒന്നുകൂടി പറഞ്ഞുതരാം. അപ്പൊ ഈ ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുന്നതും ആവശ്യമാണ്. കാരണം അത് പദ്യങ്ങളിലും ശ്ലോകങ്ങളിലൊക്കെ ആ ബ്രാക്കറ്റിൽ എഴുതിയ ചെറിയ രൂപങ്ങൾ കാരണം എന്താണ്? അത് വൃത്തഭംഗം വരാണ്ടിരിക്കാൻ വേണ്ടി പദ്യങ്ങളിലും ശ്ലോകങ്ങളിലൊക്കെ ആ ചെറുത് ഒരക്ഷരേ പാടുള്ളൂ. ഇപ്പൊ മാം എന്ന് പകരം മാ എന്ന് എഴുതി കഴിഞ്ഞാൽ ആവാം എന്ന് പകരം നൗ എന്ന് എഴുതി കഴിഞ്ഞാൽ അക്ഷരം ലാഭിക്കാൻ പറ്റും. പദ്യത്തിന്റെ വൃത്തം ഭംഗം വരാതിരിക്കാൻ വേണ്ടിയാണ് ആ ചെറിയത് ഉപയോഗിക്കുന്നത്. പക്ഷെ സാമാന്യ സംസ്കൃത ഭാഷയിൽ മാം, ആവാം, അസ്മാൻ, മഹ്യം, ആവാഭ്യാം, അസ്മഭ്യം, മമ, ആവയോഹോ, അസ്മാകം. നിങ്ങൾക്ക് ഇനി ചിലവരൊക്കെ ഉണ്ടാവും ഇവിടെ ഇത്തിരി പഠിച്ചിട്ട് പ്രൗഢ സംസ്കൃതം പറയണമെന്ന് ആഗ്രഹമുള്ളവർക്ക് മാ നൗ നഹ, മേ നൗ നഹ, മേ നൗ നഹ എന്ന് താഴെ എഴുതിക്കണം. ആ ബ്രാക്കറ്റ് രൂപങ്ങൾ ഉപയോഗിച്ചാലും അർത്ഥം ഒന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ പണ്ഡിതന്മാരൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. കാരണം അവർ ഈ പ്രൗഢ ഭാഷയാണ് ഉപയോഗിക്കുക. നമുക്ക് തൽക്കാലം സരള ഭാഷയാണ് ആവശ്യം. അതുകൊണ്ട് നമ്മൾ സരള ഭാഷയും പഠിക്കാം. കുറച്ച് നമ്മൾ ഭഗവത്ഗീതയൊക്കെ പഠിക്കുന്ന ആൾക്കാരായതുകൊണ്ട് മാമേവ ശരണം പ്രജ എന്നൊക്കെ അതിൽ എഴുതിയിട്ടുണ്ടാവും അല്ലെ? മാമേവ ശരണം പ്രജ. പിന്നെ ചിലപ്പോൾ അതിൽ അതും എഴുതിയിട്ടുണ്ടാവും മാ നൗ നഹ. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ഞാനിത് പഠിപ്പിക്കുന്നത്. അപ്പൊ ആദ്യം സപ്തവിഭക്തികൾ ഞാനൊന്ന് ചൊല്ലാം, വരിയായിട്ട് ചൊല്ലാം. അപ്പൊ തുടങ്ങേണ്ടത് എങ്ങനെയാ? ദകാരാന്തഃ ത്രിലിംഗകഃ അസ്മദ് ശബ്ദഃ. അഹം, ആവാം, വയം, മാം, മാ, ആവാം, നൗ, അസ്മാൻ, നഹ.
മയാ ആവാഭ്യാം അസ്മാഭിഹി മഹ്യം മേ ആവാഭ്യാം നൗ അസ്മഭ്യം നഹ മത് ആവാഭ്യാം അസ്മത് മമ മേ ആവയോഹോ നൗ അസ്മാകം നഹ മൈ ആവയോഹോ അസ്മാസു എന്നാണ് പറയുക. 7 വിഭക്തി രൂപങ്ങൾ, സപ്തവിഭക്തി രൂപങ്ങൾ ഇങ്ങനെയാണ്. അഹം ആവാം വയം അർത്ഥം എല്ലാവർക്കും അറിയാം. അഹം അധ്യാപക, ഞാൻ അധ്യാപകനാണ്. എന്താണോ ആ വാക്ക് സൂചിപ്പിക്കുന്നത് അത് തന്നെയാണ് അതിന്റെ അർത്ഥം. അതാണ് പ്രഥമാവിഭക്തി അല്ലെ. അപ്പൊ നമുക്ക് ആ വിഭക്തികളെ കുറിച്ചുള്ള ബാലപ്രബോധം എന്താ പറയണേ? ബാലപ്രബോധത്തില് അതെന്ന് പ്രഥമയ്ക്കർത്ഥം, ദ്വിതീയക്കതിനെ പുന, അതിലേക്ക് അതിനോടെന്നും ദ്വിതീയക്കർത്ഥമായി വരും. തൃതീയ ഹേതുവായിക്കൊണ്ട് ആലോലൂടെ ഇതിക്രമാൽ ആയിക്കൊണ്ട് ചതുർത്ഥീച്ച സർവത്ര പരികീർത്തിത അല്ലെ. അതിൽ നിന്ന് പോക്കേക്കാൾ ഹേതുവായിട്ടു പഞ്ചമി ഇക്കും ഇന്നും ഉടേ ഷഷ്ടിക്ക് അതിൻ്റെ വെച്ചുമെന്നബി അതിങ്കൽ അതിൽ വെച്ചെന്നും വിഷയം സപ്തമീ മത വിഭക്ത്യർത്ഥങ്ങൾ ഈ വണ്ണം ചൊല്ലുന്നു പല ജാതിയും. വിഭക്തിയുടെ അർത്ഥങ്ങളൊക്കെ നല്ലവണ്ണം നമുക്കറിയാം. ബാലപ്രബോധം നമുക്ക് ഹൃദയസ്ഥമാണ്, നമ്മളത് കണ്ടെത്തീകരിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കിനി വാക്യങ്ങൾ ഉപയോഗിച്ച് നോക്കാം. അഹം അധ്യാപകഃ ആവാം അധ്യാപകൗ വയം അധ്യാപകാഃ. അർത്ഥം മനസ്സിലായല്ലോ? മനസ്സിലായി അല്ലെ. മാം എന്ന് പറഞ്ഞ എന്നോട്, സഹ മാം പൃച്ഛതി എന്ന് പറഞ്ഞ എന്താ? അവൻ എന്നോട് ചോദിക്കും. സഹ മാം അപൃച്ഛത് എന്ന് പറഞ്ഞ എന്താ? അവൻ എന്നോട് ചോദിച്ചു എന്നാണ്. ദൃഷ്ടവാൻ എന്നും പറയാം, അത് സ്വാന്ത പ്രത്യയം അല്ലെ. പക്ഷെ അപൃച്ഛത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലംഘിലകാരം. അർത്ഥം സമാനമേവ. മാം എന്ന് പറഞ്ഞ എന്നോട്. ഭഗവത്ഗീതയില് മാമേവ ശരണം വ്രജ എന്ന് പറയുന്നുണ്ട് ഭഗവാൻ അല്ലെ. അതിന്റെ അർത്ഥം എന്താ? എന്നോട് തന്നെ, എന്നിലേക്ക് തന്നെ. അതായത് അതിനോട്, അതിലേക്ക്, അതിലേക്ക് അതിനോട് എന്ന്. അപ്പൊ അതിലേക്ക് എന്നുള്ള അർത്ഥം വരും. ഇപ്പൊ എന്നിലേക്ക് അല്ലെ, എന്നോട്, എന്നിലേക്ക് ശരണം പ്രാപിക്കൂ എന്നാണ് അതിന്റെ അർത്ഥം. മാമേവ, എന്നിലേക്ക് മാത്രം. ഏവ എന്ന് പറഞ്ഞാൽ എന്നിലേക്ക് മാത്രം. മാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിലേക്ക്. അപ്പൊ എന്നോട് രണ്ടർത്ഥങ്ങളും വരും. എന്നോട് ചോദിക്കുന്നു കഴിഞ്ഞാൽ മാം പൃച്ഛത്. എന്നിലേക്ക് എന്നുള്ള ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം വിലിംഗകാഹ്യാണ്. ഒരു വൃക്ഷം ഉണ്ടെന്ന് വിചാരിക്കും, ഒരു വൃക്ഷ ഉണ്ടെന്ന് വിചാരിക്കും. ആ വൃക്ഷ സ്വയം ആത്മകഥം പറയുകയാണെങ്കിൽ എങ്ങനെ പറയുക? ബാലഹ മാം ആരോഹതി എന്ന് പറയും. അതായത് ഈ ബാലൻ എന്നിലേക്ക് കയറുന്നു. ആരോഹതി എന്നുള്ള ക്രിയാപദം വരുമ്പോ ദ്വിതീയ ഉപയോഗിക്കണം. എന്തിലേക്കാണോ കയറുന്നത് അപ്പൊ അവിടെ ദ്വിതീയ ഉപയോഗിക്കണം. വൃക്ഷം സ്വയം ആത്മകഥം പറയുകയാണെങ്കിൽ ബാലഹ മാം ആരോഹതി എന്ന് പറയും. കാരണം എന്താ? ബാലൻ എന്നിലേക്ക് കയറും. രണ്ട് വൃക്ഷങ്ങൾ പറയുകയാണെങ്കിലോ, ബാലന്മാര് കയറണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ബാലാഹ ആവാം, ബാലാഹ ആവാം അവിടെ പറയും. കാരണം ആവാം ഞങ്ങളിലേക്ക്, ഒരേ അർത്ഥമാണ് വരിക. ഞങ്ങളിലേക്ക്, ഞങ്ങൾ രണ്ടുപേരിലേക്ക് എന്നുള്ളതും ആവാം. നമ്മളിൽ എല്ലാവരിലേക്കും, നമ്മളെല്ലാവരോടും എന്ന അർത്ഥം എങ്ങനെ വരിക? അസ്മാന്ന് പറയും. ബാലാഹ കുറെ വൃക്ഷങ്ങൾ പറയാണ്. ബാലാഹ അസ്മാൻ ആരോഹന്തി എന്ന് പറയും. ബാലഹ മാം ആരോഹതി ഒരു വൃക്ഷം പറയുകയാണ്, സ്വയം ആത്മകഥം പറയുകയാണ്. രണ്ട് ബാലന്മാർ ഞങ്ങൾ രണ്ട് വൃക്ഷങ്ങളിലേക്ക് കയറുന്നു എന്നെങ്ങനെ പറയാ? ബാലൗ ആവാം ആരോഹതഹ എന്ന് പറയും. ആരോഹതഹ എന്നെന്തുകൊണ്ടാ വന്നേ? ബാലൗ എന്നുള്ളതുകൊണ്ടാണ് വന്നത് കേട്ടോ. അല്ലാണ്ട് ആവാം എന്നുള്ളതുകൊണ്ടല്ല. ആവാം എന്നുള്ളത് രണ്ട് വൃക്ഷങ്ങൾ പറയുന്ന സ്വയം ആത്മഗതമാണത്. പക്ഷെ ബാലൗ എന്നുള്ളത് വന്നുകൊണ്ടാണ് ആരോഹതഹ എന്ന് പറഞ്ഞത്. കാരണം
ക്രിയാപദം കർത്തൃപദത്തിന്റെ അതേ വചനത്തിലാവും. അതുകൊണ്ടാണ് ബാലാഹ അസ്മാൻ ആരോഹന്തി. എന്തുകൊണ്ട് അങ്ങനെ വന്നേ? ബാലാഹ, ബാലന്മാർ കുറേ പേരുണ്ട്. ബാലാഹ ആരോഹന്തി, ബാലാഹ ആരോഹന്തി. കാൻ ആരോഹന്തി? അസ്മാൻ ആരോഹന്തി. അസ്മാൻ ഞങ്ങളിലേക്ക് എന്നാണ് വരിക. കം കൗ കാൻ എന്നാണ് ചോദ്യവാക്ക്. ഞാൻ പിന്നെ പഠിപ്പിച്ചു തരാം. പഠിച്ചു തന്നിട്ടാണ് മുമ്പ്, ഒന്നും കൂടി ഞാൻ പറയാണ്. കാൻ എന്ന് പറഞ്ഞാൽ ആരിലേക്ക് കയറി എന്നാണ് ചോദ്യം. കാൻ ആരോഹന്തി? ബാലാഹ അസ്മാൻ ആരോഹന്തി. വൃക്ഷങ്ങൾ സ്വയം ആത്മകഥം പറയാണ്. നമ്മളിൽ എല്ലാവരിലേക്കും ഈ ബാലന്മാർ വാനരാഹ അസ്മാൻ ആരോഹന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാനരന്മാർ ഞങ്ങളിലേക്ക് കയറുന്നു എന്നർത്ഥം. ആരോഹന്തി എന്ന് പറയും. കാരണം എന്താ? വാനരന്മാരായതുകൊണ്ട്. വാനരാഹ മയാ ആവാഭ്യാം അസ്മാഭിഹി തൃതീയ വിഭക്തി. അർത്ഥം എന്താണ്? തൃതീയ ഹേതുവായിക്കൊണ്ട് ആലോലൂടെ ഇതിക്രമാൽ മയാ സഹ ഗച്ഛതു എന്ന് പറഞ്ഞാൽ എന്റെ കൂടെ വരൂന്നർത്ഥം, പോകൂന്നർത്ഥം. മയാ സഹ ആഗച്ഛതു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മയാ സഹ ആഗച്ഛതു എന്റെ കൂടെ വരൂന്നർത്ഥം. മയാ സഹ ഗച്ഛതു എന്ന് പറഞ്ഞാൽ എന്റെ കൂടെ പോകൂന്നർത്ഥം. പോകൂന്ന് പറയാം, വരൂന്നിടത്താണ് പറയാം. പോകൂന്ന് കുഴപ്പമൊന്നുമില്ല. മയാസഹ ഗച്ഛതു. മയാസഹ ക്രീഡതു എന്ന് പറഞ്ഞാൽ എന്റെ കൂടെ കളിക്കൂന്ന. ക്രീഡതു അത് ലോട്ടിലകാരാണ് കേട്ടോ. ഗച്ഛതു ആഗച്ഛതു ക്രീഡതു. മയാ ആവാഭ്യാം അസ്മാഭിഹി അതിന്റെ ബഹുവചനാണ് മയാ ആവാഭ്യാം അസ്മാഭിഹി തൃതീയ. മഹ്യം മേ ആവാഭ്യാം നൗ അസ്മഭ്യം നഹ എന്ന് പറഞ്ഞ എന്താ? മഹ്യം, മഹ്യം ദുഗ്ധം രോചത്തെ എന്ന് പറയും. കാരണം എന്താ? രോചത്തെ എന്നുള്ള ക്രിയാപദം വരുമ്പോ അവിടെ ചതുർത്ഥി വിഭക്തി വരണം എന്നൊരു സംസ്കൃത നിയമമുണ്ട്. ഞാനിത് മുമ്പിൽ പഠിപ്പിച്ചെന്നുണ്ടെങ്കിൽ അറിയില്ല, പക്ഷെ ഇത് അറിഞ്ഞിരിക്കണം. മഹ്യം ദുഗ്ധം രോചത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോചതേ എന്നുള്ള ക്രിയാപദം വരുമ്പോ എനിക്ക് വേണ്ടി എന്നുള്ള അർത്ഥം വരിക. അപ്പൊ എനിക്ക് പാല് വളരെ ഇഷ്ടമാണ് എന്ന് പറയാനായിട്ട് എനിക്ക് എന്നുള്ളതിന് അവിടെ മഹ്യം എന്നാ പറയുന്നത്. മഹ്യം ദുഗ്ധം രോചതേ. മഹ്യം നമഃ എന്ന് പറയുന്നുണ്ട്. ഏതാ പറയേണ്ടത്? നമഃ എന്ന് പറയുമ്പോ രാമായ നമഃ, കൃഷ്ണായ നമഃ. അപ്പൊ രാമഃ രാമം, രാമേണ രാമായ, രാമായ ചതുർത്ഥി വിഭക്തിയ വരിക. നമഃ എന്നുള്ള ക്രിയാപദം വരുമ്പോ നമഃ എന്ന് വരുമ്പോ ചതുർത്ഥി വിഭക്തി വരും. മഹ്യം മേ ആവാഭ്യാം നൗ അസ്മഭ്യം നഹ. മേ നൗ നഹ എന്നുള്ളത് ഒരേ അർത്ഥമാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ധിയോയോ ന പ്രചോദയാത് എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലെ? അല്ലെ? ഗായത്രി മന്ത്രത്തില് ധിയോയോ നഹ പ്രചോദയാത് എന്നാണ് അവിടെ അർത്ഥം. നാന്നല്ല. നാ പ്രചോദയാത് എന്നൊന്നും പറഞ്ഞു കളഞ്ഞേക്കരുത്. നഹ പ്രചോദയാത്താണ്. പക്ഷെ പറയുമ്പോൾ നമ്മള് ധിയോയോ ന പ്രചോദയാത്. എന്തുകൊണ്ടാണ് അവിടെ നഹ എന്ന് വന്നത്? അസ്മഭ്യം എന്നുള്ള അതേ അർത്ഥമാണ്. എന്താണ് അസ്മഭ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അവിടെ വരുന്നത് ഞങ്ങളുടെ അല്ല, അവിടെ നഹ എന്ന് വരുന്നത് അസ്മാൻ എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത്. ദിയോയോ നഹ പ്രചോദയ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ എന്നർത്ഥം. അസ്മാകം. ഒരു മിനിറ്റ്. ദിയോയോ നഹ പ്രചോദയ ഷഷ്ടിയാ വരുന്നുള്ളൂ കേട്ടോ. നഹ എന്നുള്ളത് അവിടെ ഷഷ്ടി അർത്ഥത്തിലാണ് വരുന്നത്. നഹ എന്നുള്ളത് ദ്വിതീയ അർത്ഥത്തിൽ വരാം, ചതുർത്ഥി അർത്ഥത്തിൽ വരാം, ഷഷ്ടി അർത്ഥത്തിൽ വരാം. ദിയോയോ നഹ പ്രചോദയ എന്ന് പറയുമ്പോ ഞങ്ങളുടെ ബുദ്ധിയെ പ്രചോദിപ്പിക്കട്ടെ എന്നുള്ളത് ഷഷ്ടിയാണ്. ഞാൻ ഷഷ്ടി പറയുമ്പോൾ അതിന്റെ അർത്ഥം പറഞ്ഞുതരാം. നഹ എന്നുള്ളത് പറഞ്ഞുതരാം. കൺഫ്യൂസിങ് ആണത്. പക്ഷെ നഹ എന്നുള്ളത് ഷഷ്ടി അർത്ഥത്തിലാണ് ദിയോയോ നഹ പ്രചോദയ. അപ്പൊ മഹ്യം മേ ആവാഭ്യാം നൗ അസ്മഭ്യം നഹ ചതുർത്ഥി. പഞ്ചമി എന്താ? മത്ത് ആവാഭ്യാം അസ്മത്. അർത്ഥം എന്താ? മത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിൽ നിന്നും. മത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിൽ നിന്നും. ആവാഭ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരിൽ നിന്നും.
അസ്മത് എന്ന് പറഞ്ഞാൽ ഞങ്ങളിൽ എല്ലാവരിൽ നിന്നും. വൃക്ഷാത്ത് എന്നൊക്കെ പറഞ്ഞ പോലെയാണ് മത്ത്, എന്നിൽ നിന്ന്. മത്ത് സ്വീകരണം എന്ന് പറഞ്ഞാൽ എന്നിൽ നിന്ന് സ്വീകരിക്കൂ എന്നാണ്. മമ മേ ആവയോഹോ നൗ അസ്മാകം നഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ, ഞങ്ങൾ രണ്ടുപേരുടെ, ഞങ്ങളിൽ എല്ലാവരുടെയും. അപ്പൊ ധിയോയോ നഹ പ്രചോദയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ എല്ലാവരുടെയും ബുദ്ധിയെ പ്രചോദിപ്പിക്കട്ടെ എന്നാണ്. നഹ എന്നുള്ളത് അസ്മാകം എന്നുള്ള അർത്ഥത്തിലാണ് ധിയോയോ നഹ പ്രചോദയാത്. ഞങ്ങളുടെ എല്ലാവരുടെയും ഷഷ്ടി വരൂടെ അല്ലെ, കാരണം അത് ആ ഷഷ്ടിയാണ് വരുന്നത്. കാരണം എന്താ, അത് പൊസസീവ് ആയിട്ടുള്ള ഒരു കേസാണ്. മാമേ ആവയോഹോ നൗ അസ്മാകം നഹ ധിയോയോ നഹ പ്രചോദയാ. മമ പുസ്തകം എന്ന് പറഞ്ഞതിന് പകരം മേ പുസ്തകം എന്ന് പറഞ്ഞ ഒരേ അർത്ഥമാണ്. എന്റെ പുസ്തകം, മേ പുസ്തകം, മമ പുസ്തകം, മേ പുസ്തകം ഒരേ അർത്ഥമാണ്. ആവയോഹോ പുസ്തകം, ഞങ്ങളുടെ രണ്ടുപേരുടെയും പുസ്തകം, നൗ പുസ്തകം എന്ന് പറഞ്ഞ ഒരേ അർത്ഥമാണ്, ഞങ്ങളുടെ രണ്ടുപേരുടെ പുസ്തകം. അസ്മാകം പുസ്തകം എന്ന് പറഞ്ഞാൽ നഹ പുസ്തകം എന്ന് പറഞ്ഞാലും നമ്മളുടെ എല്ലാവരുടെയും പുസ്തകം, അല്ലെങ്കിൽ ഞങ്ങളുടെ എല്ലാവരുടെയും പുസ്തകം, നഹ പുസ്തകം സമാന അർത്ഥമേവ. ഭാരതം മമ രാഷ്ട്രം എന്ന് പറയുന്നതിന് പകരം ഭാരതം മേ രാഷ്ട്രം എന്ന് പറഞ്ഞാലും ഒരേ. ആവയോഹോ വാഹനം കുത്ര, ഞങ്ങളുടെ രണ്ടുപേരുടെയും വാഹനം എവിടെ എന്ന് പറയുന്നതിന് പകരം നൗ വാഹനം കുത്ര എന്ന് ചോദിച്ചാലും ഒരേ അർത്ഥമാണ്. നൗ വാഹനം കുത്ര എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ രണ്ടുപേരുടെയും വാഹനം എവിടെ. അസ്മാകം വാഹനം കുത്ര, നമ്മളുടെ എല്ലാവരുടെയും വാഹനം എവിടെ എന്ന് പറഞ്ഞ പകരം നഹ വാഹനം കുത്ര എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥമാണ്, നമ്മളുടെ എല്ലാവരുടെയും വാഹനം എവിടെ എന്നർത്ഥം. അപ്പൊ നഹ എന്ന് പറഞ്ഞാൽ ദ്വിതീയ അർത്ഥം വരും, ചതുർത്ഥി അർത്ഥം വരും, ഷഷ്ടി അർത്ഥം വരും. സന്ദർഭത്തിനനുസരിച്ച് അർത്ഥം മനസ്സിലാക്കണം. കാരണം എന്താ, ധിയോയോ നഹ പ്രചോദയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ എല്ലാവരുടെയും ബുദ്ധിയെ പ്രചോദിപ്പിക്കണം എന്ന് പറയുന്നത്. അവിടെ നഹ എന്ന് പറയുന്നത് അസ്മാകം ബുദ്ധിയെ, ഞങ്ങളുടെ ബുദ്ധിയെ പ്രചോദയ. അതുപോലെ സപ്തമി എന്താ വരിക, മൈ ആവയോഹോ അസ്മാസു, എന്നിൽ, ഞങ്ങൾ രണ്ടുപേരിൽ, ഞങ്ങൾ എല്ലാവരിലും എന്നാണ്. അപ്പൊ മൈ ദുർഗുണ നാസ്തി എന്ന് പറഞ്ഞ എന്താ, എന്നിൽ ദുർഗുണങ്ങളില്ല. ഒരു പ്രശംസ പോലെ പറയുകയാണെങ്കിൽ മൈ ദുർഗുണാഹ ന സന്തി എന്ന് പറയാം. മൈ ദുർഗുണ നാസ്തി അല്ലെങ്കിൽ മൈ ദുർഗുണാഹ ന സന്തി. അർത്ഥം എന്താണ്, എന്നിൽ ദുർഗുണങ്ങൾ ഇല്ല.